ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2. ഇപ്പോൾ ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 ഞാൻ 16 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അതുപോലെ എൻ്റെ സർവീസ് റൂൾസിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ ട്രഷറി കോഡിൻ്റെ ക്ലാസ്സുകൾ, അക്കൗണ്ട് കോഡിൻ്റെ ക്ലാസ്സുകൾ, അതൊക്കെ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫിനാൻഷ്യൽ കോഡിൻ്റെ വോളിയം 2. അപ്പോൾ വോളിയം 2 കൊടുത്തിരിക്കുന്നത് 11 അപ്പൻഡിക്സുകളും 57 ഫോംസുമാണ്. അപ്പോൾ അതിലെ ഫോംസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇതിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ അപ്പൻഡിക്സുകൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉള്ളത്, ഇപ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന അപ്പൻഡിക്സ് 3 ആണ്. അപ്പൻഡിക്സ് 3ൽ നിന്ന് ചില ചോദ്യങ്ങൾ കാണുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൻഡിക്സ് 3 ബ്രാക്കറ്റിൽ ആർട്ടിക്കിൾ 86 ചാപ്റ്റർ 4 എന്ന് കാണാം നിങ്ങൾക്ക്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗം തന്നെ ഫിനാൻഷ്യൽ കോഡിൻ്റെ ചാപ്റ്റർ 4 ആർട്ടിക്കിൾ 86 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് റെയിൽവേ വാറൻസിനെ കുറിച്ചാണ് ഈ അപ്പൻഡിക്സിൽ. അപ്പോൾ റെയിൽവേ വാറൻസ് എന്ന് കാണുമ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ കോഡ് അതിൻ്റെ വോളിയം 1 ഈ ആർട്ടിക്കിൾ 86 റെയിൽവേ വാറൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ഉത്തരങ്ങൾ വോളിയം 2 കിടക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ സമയം വെറുതെ പോകും. റെയിൽവേ വാറൻസ് ആർ ഇഷ്യൂഡ് വെൻ ദ കോസ്റ്റ് ഓഫ് ജേർണി എക്സീഡ്സ് ₹5. അതായത് 5 രൂപയിൽ കൂടുതൽ യാത്രാ ചെലവ് വരുമ്പോൾ കൊടുക്കുന്നതാണ് റെയിൽവേ വാറൻസ്. റെയിൽവേ വാറൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സാധാരണ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പോലീസ് പേഴ്സണൽസ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്നതാണ് റെയിൽവേ വാറൻസ്. അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ ഫോമാണ്. അപ്പോൾ അവർക്ക് അതിനകത്ത് പൈസ കൊടുക്കാതെ യാത്ര ചെയ്യാം, റെയിൽവേ വാറൻസ്. അപ്പോൾ അത് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നു, ആരാണ് അവരെ അക്കമ്പനി ചെയ്യുന്നത്, ഇത്യാദി കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി അവരുടെ ഹയർ ഒഫീഷ്യൽ കൊടുക്കുന്നതാണ് റെയിൽവേ വാറൻസ്. അപ്പോൾ ഈ റെയിൽവേ വാറൻസ് അവർ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ക്യാഷ് കൗണ്ടറിൽ കാണിച്ചിട്ട് അത് ടിക്കറ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. റെയിൽവേ അത് പിന്നീട് ചെയ്യുന്നത് ഈ റെയിൽവേ വാറൻസ് എല്ലാം അവിടെ കളക്ട് ചെയ്ത് വെക്കും. അതിന് സീരിയൽ നമ്പറും ബുക്ക് നമ്പറും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് കളക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത് ഒരുമിച്ച് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോലീസുകാർക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമുള്ള ഒരു രീതി എന്ന നിലയ്ക്കാണ് ഈ റെയിൽവേ വാറൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ വോളിയം 1 ആർട്ടിക്കിൾ 86 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ 5 രൂപയിൽ മേലെ യാത്രാക്കൂലി വരുന്നിടത്താണ് റെയിൽവേ വാറൻസ് കൊടുക്കുന്നത്. ദ യൂസ്ഡ് അപ്പ് ബുക്സ് വിൽ ബി പ്രിസർവ് ഫോർ 3 years. അതായത് റെയിൽവേ വാറൻസിൻ്റെ യൂസ്ഡ് അപ്പ് ബുക്സ്, ഉപയോഗിച്ച ബുക്കുകൾ എത്ര കാലം പ്രിസർവ് ചെയ്യണമെന്ന് പലവട്ടം ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ വോളിയം 1 നോക്കിയാൽ കാണില്ല, അത് കിടക്കുന്നത് വോളിയം 2 അപ്പോൾ ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അവിടെ വോളിയം 1 അത് തപ്പിക്കൊണ്ടിരിക്കും, നേരം പോകും. നോ വൺ അബവ് ദ റാങ്ക് ഓഫ് സർക്കിൾ ഇൻസ്പെക്ടർ ഓർ ഓഫീസേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് റാങ്ക് ഈസ് അലൗഡ് ടു യൂസ് ദിസ് വാറൻസ്. അപ്പോൾ റെയിൽവേ വാറൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ റാങ്ക് മുതൽ താഴത്തേക്കുള്ളവർ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ളവർ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം. അവർക്ക് റെയിൽവേ വാറൻസ് ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. റെയിൽവേ വാറൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സാധാരണ പോലീസുകാർ ഇപ്പോൾ ഒരു പ്രതിയെ, ഇപ്പോൾ കാസർഗോഡുള്ള ഒരു പ്രതിയെ തിരുവനന്തപുരത്ത് നമുക്ക് കോടതിയിൽ ഹാജരാക്കണം, എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഒരാളെ പിടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അവർ ആ പ്രതിയെയും കൊണ്ട് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഈ യാത്രാക്കൂലി അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഈ റെയിൽവേ വാറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറുടെ റാങ്കിന് മുകളിലുള്ളവർക്ക് ഈ റെയിൽവേ വാറൻസ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. When prisoners are taken by rail, separate railway warrant shall be issued for the prisoners and policemen escorting them. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തടവ് പുള്ളികളെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രെയിനിൽ കൊണ്ടുപോകുന്നു. അപ്പോഴാണ് റെയിൽവേ വാറൻസ് പോലീസുകാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെയുള്ള തടവ് പുള്ളികൾക്കും പോലീസുകാർക്കും വേറെ വേറെ റെയിൽവേ വാറൻസ് കൊടുക്കും. അപ്പോൾ ആ റെയിൽവേ വാറൻസ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ വിൽ ബി പെയ്ഡ് ₹65 per 100 warrants issued to compensate for the extra work caused by exchanging warrants. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെയിൽവേ ഇത് ചെയ്യുന്നത് ഈ വാറൻസ് കളക്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഒരുമിച്ചാണ് അവിടെ നമ്മൾ പറഞ്ഞ അതിൻ്റെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തത് ക്യാഷാക്കി മാറ്റുന്നത്. അപ്പോൾ റെയിൽവേക്ക് അതുകൊണ്ടൊരു ഇൻകൺവീനിയൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻകൺവീനിയൻസ് കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് ഇതിനൊരു അഡീഷണൽ ഒരു ഇൻസിഡൻ്റൽ എക്സ്പെൻസ് പോലെ ഇത്രയും രൂപ കൊടുക്കുന്നുണ്ട്. ഏതാ 100 വാറൻസിന് 65 രൂപ എന്ന ക്രമത്തിൽ.
ഈ തുകകളിലൊക്കെ വളരെ ചെറിയ കാലാനുസൃതമായ മാറ്റങ്ങൾ വരാം. അപ്പം ഞാൻ പറഞ്ഞു വോളിയം 2-ൽ 11 അപ്പൻഡിക്സുകളാണ് വരുന്നത്. പക്ഷേ ഞാനിവിടെ വളരെ കുറച്ച് അപ്പൻഡിക്സുകൾ മാത്രമേ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുള്ളൂ. അത് പരീക്ഷയ്ക്ക് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള അപ്പൻഡിക്സുകൾ മാത്രമാണ്. അപ്പോൾ അപ്പൻഡിക്സ് 3 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അപ്പൻഡിക്സ് 4 ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് വോളിയം 1-ലെ ചാപ്റ്റർ 5-ലും വരുന്നുണ്ട്. ആർട്ടിക്കിൾസ് 92 ആൻഡ് 93. സ്പെഷ്യൽ റൂൾസ്, റെസ്ട്രിക്ഷൻസ് എക്സെട്ര റിഗാർഡിംഗ് പർട്ടിക്കുലർ ഐറ്റംസ് ഓഫ് കണ്ടിജൻറ്റ് എക്സ്പെൻഡിച്ചർ. അതായത് കണ്ടിജൻറ്റ് എക്സ്പെൻഡിച്ചറിലെ ചില പ്രത്യേക വിഭാഗങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഈ അപ്പൻഡിക്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ 5-ലും അത് തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 92, 93 നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ അപ്പുറത്താണോ ഇത് വോളിയം 1-ലാണോ വോളിയം 2-ലാണോ വരുന്നതെന്നുള്ള വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. The concurrence of the finance department will be necessary in respect of the items referred under exceptions. അപ്പോൾ അപ്പൻഡിക്സ് 4-ൽ ചില പട്ടികകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ചില ഐറ്റംസിന് മാത്രം, അതായത് അവിടെ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക കൺകറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരം കണ്ടിജൻറ്റ് ബില്ലുകൾ പാസ്സാവുകയുള്ളൂ എന്നാണ് അതിൻ്റെ മീനിങ്. വലിയൊരു പട്ടികയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടില്ല. പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ചില സെഗ്മെൻറ്റ്സാണ് ഞാനിതിൽ കൊടുത്തിരിക്കുന്നത്. അതിലൊന്നാണ് അഡ്വർടൈസ്മെൻറ്റ് ചാർജസ് ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദ ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസ്. അതായത് അഡ്വർടൈസ്മെൻറ്റ് ചാർജുകൾ ആരാണ് അപ്രൂവ് ചെയ്യണതെന്ന് പല ചോദ്യപേപ്പറിലും കണ്ടിട്ടുണ്ട്. അത് ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസ് ആണ്. അതുപോലെ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആർ ഓതറൈസ്ഡ് ടു സാങ്ഷൻ ദ പർച്ചേസ് ഓഫ് ബെൽസ് ആൻഡ് ബഡ്ജസ്. അപ്പോൾ ഇത് എല്ലാം കണ്ടിജൻറ്റ് എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ബെൽസ് മേ ബി റിന്യൂഡ് വൺസ് ഇൻ 4 years in the case of the fathers and 2 years in the case of peons. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ദഫേദാർമാരുടെ അത് ബെൽറ്റ് റിന്യൂ ചെയ്യേണ്ടത് എപ്പോഴാണ്? അത് 4 വർഷത്തിലൊരിക്കലാണ്. അതുപോലെ പിയൂൺസിൻ്റെ കേസിലാണെങ്കിൽ അത് 2 വർഷത്തിലൊരിക്കൽ മാറാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ബെൽറ്റും ബാഡ്ജും പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനോടൊപ്പം പ്രത്യേകിച്ച് അത് ചോദ്യ മാതൃകകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല. പകരം ആ റെഡ് മാർക്ക് ഇട്ടിരിക്കുന്നതൊക്കെ ഓരോരോ ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അത് ആ രീതിയിൽ നിങ്ങൾ നോക്കിക്കാണുക. അതുപോലെ ഈ അപ്പൻഡിക്സിൽ തന്നെ ചോദിച്ചു കാണുന്ന മറ്റു ചില ചോദ്യങ്ങളാണ്. ബറിയൽ ചാർജസ് ഓഫ് പോപ്പേഴ്സ് ആർ ഇൻകേർഡ് ബൈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. പപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൈസ ഒന്നും ഇല്ലാത്ത പപ്പരായ ആളുകൾ, അതായത് അവരുടെ അടുത്ത് യാതൊരു പൈസ ഉണ്ടാവില്ല. അപ്പോൾ അത്ര ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബോഡി മറവ് ചെയ്യുക. അപ്പോൾ അതിന് വരുന്ന ചിലവുകൾ, അപ്പോൾ അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ ഇടപെടുന്നത്. അപ്പോൾ അത്തരം ശവം മറവ് ചെയ്യുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചിലവിലാണ്. അപ്പോൾ അവരുടെ കണ്ടിജൻസിലാണ് അത് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഇൻ കേസ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് പേഴ്സൺസ് ഡൈയിങ് വിത്തിൻ ദി ലിമിറ്റ്സ് ഓഫ് എ ലോക്കൽ ബോഡി ദ എക്സ്പെൻഡിച്ചർ ഓൺ ദിസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റബിൾ ടു ദ ഫണ്ട്സ് ഓഫ് ലോക്കൽ ബോഡി കൺസേൺഡ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ അഗതികളായ മനുഷ്യർ, ഇപ്പോൾ റോഡരികെ കിടന്ന് ഉറങ്ങുന്നവർ അല്ലെങ്കിൽ കടത്തിണ്ണയിൽ കിടന്ന് ഉറങ്ങുന്നവർ, അപ്പോൾ അവർക്ക് റിലേറ്റീവ്സോ ആരും കാണത്തില്ല. അപ്പോൾ അവർ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നു. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? അപ്പോൾ അവരുടെ ശവം മറവ് ചെയ്യേണ്ടത് അത് നമ്മൾ ആ കൺസേൺഡ് ലോക്കൽ ബോഡിയുടെ കണ്ടിജൻറ്റ് എക്സ്പെൻസിലാണ് അത് വരുന്നത്. അപ്പോൾ അത് ഇറ്റ് ഈസ് ഡെബിറ്റബിൾ ടു ദ ഫണ്ട്സ് ഓഫ് ലോക്കൽ ബോഡി കൺസേൺഡ് ഉണ്ടോ. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡെസ്റ്റിറ്റ്യൂട്ട് പേഴ്സൺസ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിജൻറ്റ് എക്സ്പെൻഡിച്ചർ ആരാണ് വഹിക്കേണ്ടത്? അപ്പോൾ അതൊരു ചോദ്യമാണ്, നിരവധി വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ മറ്റൊന്നാണ് ബറിയൽ ചാർജസ് ഓഫ് അൺക്ലെയിംഡ് ബോഡീസ് ഓഫ് പേഷ്യൻസ് ഡൈയിങ് ഇൻ ഹോസ്പിറ്റൽസ് ഷാൽ ബി മെറ്റ് ബൈ ദ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും തുണക്കില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ അനാഥരായ ആളുകൾ, അവർക്ക് റിലേറ്റീവ്സ് ആരുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ബോഡി, അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആരും വന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ അങ്ങനത്തെ ഒരാളുടെ ബോഡി അത് മറവ് ചെയ്യാനുള്ള അതിൻ്റെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതും നിരവധി വട്ടം ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. അതുപോലെ വേജസ് ഓഫ് പാർട്ട് ടൈം സ്വീപ്പേഴ്സ് ആൻഡ് സ്കാവഞ്ചേഴ്സ് ആർ ചാർജ് ടു കണ്ടിജൻസീസ്. ഇവരുടെ വേജ് ഏത് കാറ്റഗറിയിലാണ് അത് ഉൾപ്പെടുത്തുന്നതെന്ന് ഇത് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ സ്വീപ്പേഴ്സിൻ്റെയും സ്കാവഞ്ചേഴ്സിൻ്റെയും അവരുടെ പാർട്ട് ടൈം സ്കാവഞ്ചേഴ്സ് ആൻഡ് സ്വീപ്പേഴ്സ് അവരുടെ വേജ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടിജൻസിയിലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മറ്റൊരു ചോദ്യമാണത്. All the works and repairs in connection with the electrical installations to government buildings should be carried out by electrical wing of PWD. അപ്പോൾ ഇതും ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ഗവൺമെൻറ് കെട്ടിടങ്ങളുടെ ഇലക്ട്രിക്കൽ വർക്കുകളെല്ലാം ചെയ്യുന്നത് PWDയിലെ ഇലക്ട്രിക്കൽ വിങ് ആണ്.
അപ്പോൾ ഈ സെഗ്മെൻ്റ് കാണുമ്പോൾ നമ്മൾ ഒരു പക്ഷേ അവിടെ ആ വർക്ക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ പോയി തപ്പും. അവിടെ പോയി തപ്പിയത് കാണത്തില്ല. ഈ ചോദ്യം പലപ്പോഴും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇത് രണ്ട് ഭാഗത്തും ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മളിത് എവിടെയാണെന്ന് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കണം. അത് വോളിയം 1-ലാണോ വോളിയം 2-ലാണോ, അതല്ലെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് സമയം പോകും. അതുപോലെ തന്നെ ഈ അപ്പൻഡിക്സിൽ നിന്ന് ചോദിച്ചു കാണുന്ന മറ്റ് ഭാഗങ്ങളാണത്. ഡയറക്ടർ ഓഫ് ആനിമൽ ഹസ്ബൻഡറി മേ സാങ്ഷൻ ദ പർച്ചേസ് ഓഫ് ലൈവ് സ്റ്റോക്ക് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ സെൻട്രൽ ഫാംസ്. അതായത് ആനിമൽ ഹസ്ബൻഡറി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മൃഗ സംരക്ഷണ വകുപ്പ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളെ സർക്കാർ ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്നു. അപ്പോൾ അതിന് ഈ ഡയറക്ടർ ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആണ് അതിന് സാങ്ഷൻ കൊടുക്കേണ്ടത്. പലവട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലൈവ് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നതിന് ആരുടെ അനുമതിയാണ് വേണ്ടത്? അപ്പോൾ ഡയറക്ടർ ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആണ് അതിന് സാങ്ഷൻ കൊടുക്കുന്നത്. സർവേ ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലൈസ് വില്ലേജ് മാപ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് once in 3 years to റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് once in 5 years to ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ പീരീഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. സർവേ ഡിപ്പാർട്ട്മെൻറ്റ് വില്ലേജിൻ്റെ മാപ്പുകൾ കൊടുക്കും. അത് തികച്ചും സൗജന്യമായിട്ടാണ്. 3 വർഷത്തിലൊരിക്കൽ അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും. അതുപോലെ 5 വർഷത്തിലൊരിക്കൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട്. രണ്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആരാണ് സപ്ലൈ എന്നും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ എത്ര വർഷത്തിലൊരിക്കലാണ് ഇത് കൊടുക്കേണ്ടതെന്നും ചോദിച്ചു കണ്ടിട്ടുണ്ട്. In case of forest department, it is limited to 4 copies in respect of each village. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ ഓരോ വില്ലേജിൻ്റെയും 4 കോപ്പി വരെ മാത്രമാണ് അവർക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. പേ ഓഫ് മീനിയൽസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ കണ്ടിജൻറ്റ് ചാർജസ്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ കണ്ടു പാർട്ട് ടൈം സ്വീപ്പേഴ്സ്, സ്കാവഞ്ചേഴ്സ്. അതുപോലെ മീനിയൽസിൻ്റെ പേയും കണ്ടിജൻറ്റ് ചാർജസിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പർച്ചേസ് ഓഫ് പോർട്രേറ്റ്സ് ആൻഡ് ഫോട്ടോസ് ഫോർ പബ്ലിക് ബിൽഡിങ്സ് റിക്വയർ ദ സാങ്ഷൻ ഓഫ് ഗവൺമെൻറ്. നമുക്കറിയാം നമ്മുടെ സർക്കാർ കെട്ടിടങ്ങളിൽ നമുക്ക് എല്ലാ ഫോട്ടോകളൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതിനൊക്കെ സർക്കാർ അതിൻ്റെ പട്ടികകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പട്ടികകളിലുള്ള ഫോട്ടോസ് മാത്രമേ അവിടെ പ്രദർശിപ്പിക്കാവൂ. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഫോട്ടോഗ്രാഫ്സ് വാങ്ങണമെങ്കിൽ അതിന് സർക്കാരിൻ്റെ അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാവൂ. പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുണ്ട്, പോർട്രേറ്റ്സും ഫോട്ടോസും വാങ്ങുന്നതിന് ആരുടെ അനുമതിയാണ് വേണ്ടത്? അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ സാങ്ഷനാണ് വേണ്ടത്. ഇഫ് പ്രിൻറ്റിംഗ് വർക്ക് ഈസ് ഡൺ ഇൻ പ്രൈവറ്റ് പ്രസ് then the rate should be approved by Superintendent, Government Press, Trivandrum. അതും ശ്രദ്ധിക്കണം. സാധാരണ പ്രിൻറ്റിംഗ് ജോലികളെല്ലാം ചെയ്യുന്നത് ഗവൺമെൻറ് പ്രസ്സുകളാണ്. എന്നിരുന്നാലും ചില അർജൻറ്റ് സിറ്റുവേഷൻസിൽ അത് പ്രൈവറ്റ് പ്രസ്സുകളിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ അതിൻ്റെ അപ്രൂവൽ വാങ്ങിയതിന് ശേഷം മാത്രമേ അത് കൊടുക്കാവൂ. അതിന് അപ്രൂവൽ കൊടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് പ്രസിൻ്റെ സൂപ്രണ്ടൻ്റാണ്. ഇത് ഈ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം പലവട്ടം ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാനിനി അത് പ്രത്യേകം ചോദ്യരൂപത്തിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. അതുപോലെ അപ്പൻഡിക്സ് 4 കൊടുത്തിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വാഷിംഗ് അലവൻസ് ഓഫ് യൂണിഫോം സപ്ലൈഡ് ടു ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഈസ് മെറ്റ് ഫ്രം ഓഫീസ് എക്സ്പെൻസ്. അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ യൂണിഫോം അലവൻസ്, അവർക്ക് യൂണിഫോം കഴുകുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസ വാഷിംഗ് അലവൻസ് ആണ് കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഇത് എവിടെയാണ് നമ്മൾ ഉൾപ്പെടുത്തുക? ഇത് ഓഫീസ് എക്സ്പെൻസിലാണ് ഉൾപ്പെടുത്തുക. പലപ്പോഴും നമ്മളത് തെറ്റിയത് കണ്ടിജൻറ്റ് എക്സ്പെൻഡിച്ചറെന്ന്. അത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഇത് ഓഫീസ് എക്സ്പെൻസിലാണ് അത് ഉൾപ്പെടുത്തുന്നത്. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അപ്പൻഡിക്സ് 4 ഇവിടെ തീരുകയാണ്. അപ്പൻഡിക്സ് 4 യഥാർത്ഥത്തിൽ 52 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാനൊന്ന് ബ്രീഫ് ചെയ്താണ്, 8-10 ഐറ്റംസ് ആയിട്ടൊന്ന് ബ്രീഫ് ചെയ്താണ്. ഇതൊക്കെ പലവട്ടം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ഇത് വീണ്ടും കാണാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ അത് ബുക്കിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കി മനസ്സിലാക്കി വയ്ക്കുക. അപ്പൻഡിക്സ് 5 ഇതിനകത്ത് വരുന്ന ആർട്ടിക്കിൾ 103 ചാപ്റ്റർ 5. ചാപ്റ്റർ 5 തന്നെ ആർട്ടിക്കിൾ 103 Contingent expenditure towards the conduct of examination by KPSC is countersigned by Secretary Public Service Commission. ശ്രദ്ധിക്കണം. അത് കണ്ടാൽ ഈ ചോദ്യം കാണുമ്പോൾ നമുക്കിത് ഏത് ഭാഗത്താണെന്ന് പോലും മനസ്സിലാവില്ല. അത് അപ്പൻഡിക്സ് 5 ഇത് കിടക്കുന്നത്. അതിൻ്റെ രണ്ടാമതായിട്ട് കിടക്കുന്നുണ്ട് അത് കണ്ടിജൻറ്റ് എക്സ്പെൻഡിച്ചർ ടുവേർഡ്സ് ദ കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻസ്. അത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എക്സാമിനേഷൻ്റെ അതിന് വരുന്ന കണ്ടിജൻറ്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ ബില്ല് കൊടുക്കുമ്പോൾ അത് കൗണ്ടർ സൈൻ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്രട്ടറി PSC പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സെക്രട്ടറിയാണ് അത് കൗണ്ടർ സൈൻ ചെയ്യുന്നത്. വൈൽ ദാറ്റ് ഓഫ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഈസ് കൗണ്ടർ സൈൻ ബൈ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്ന ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്ന പരീക്ഷകൾ അതിന് വരുന്ന കണ്ടിജൻസീസ് ബിൽ അത് കൗണ്ടർ സൈൻ ചെയ്യേണ്ടത് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പൻഡിക്സ് 5 നിന്ന് കാണുന്ന 2 പ്രധാന ചോദ്യങ്ങളാണ്. ഒത്തിരി വട്ടം ആവർത്തിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണത്.
അതേപോലെ അപ്പൻഡിക്സ് 6 വരുന്നത് ആർട്ടിക്കിൾ 103 അഗെയിൻ ചാപ്റ്റർ 5. അതേ ചാപ്റ്ററിൽ തന്നെ മറ്റൊരു കാര്യമാണ് അപ്പൻഡിക്സ് 6 കൊടുത്തിരിക്കുന്നത്. അക്കൗണ്ട്സ് ഓഫ് സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ വിൽ നോട്ട് ബി സബ്ജക്റ്റഡ് ടു സ്ക്രൂട്ടിനി ബൈ ഓഡിറ്റ് അതോറിറ്റി. ഈ അപ്പൻഡിക്സ് 6 പറയുന്നത് സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ്. സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ അക്കൗണ്ടുകൾ ഒരിക്കലും ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യാറില്ല. അതുപോലെ ഈ അപ്പൻഡിക്സിൽ നിന്ന് ഇപ്പോഴും ഒരു ചോദ്യം ആവർത്തിച്ച് കാണുന്നുണ്ട്. ഓഫീസേഴ്സ് ഓതറൈസ് ടു ഇൻകർ സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചേഴ്സ് ആർ. അതായത് സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചറുകൾ കൈകാര്യം ചെയ്യാൻ ഓതറൈസ് ചെയ്തിരിക്കുന്ന ഓഫീസേഴ്സ് ആരൊക്കെയാണെന്നാണ്. അപ്പോൾ അവരുടെ ഒരു പട്ടിക കൊടുത്തിട്ട് ഇതിനകത്ത് ആർക്കാണ് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഇപ്പോഴും ചോദിച്ചു കാണുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, അടുത്തത് ഡയറക്ടർ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ. അപ്പോൾ അദ്ദേഹത്തിന് ഈ സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചറുകൾ കൈകാര്യം ചെയ്യാമെന്നർത്ഥം. അതുപോലെ കമ്മീഷണർ ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ്, അതുപോലെ മറ്റൊന്നാണ് കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻസ്, അതാണ് CEE എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, മറ്റൊന്ന് കമ്മീഷണർ ഓഫ് എക്സൈസ് ആൻഡ് DGE, അതായത് എക്സൈസ് കമ്മീഷണർക്ക് ഇത് കൈകാര്യം ചെയ്യാമെന്നർത്ഥം. DG എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ. ബുക്കിൽ അത് കൊടുത്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ്, ഡയറക്ടർ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ്. ഇപ്പോൾ ആ തസ്തികയുടെ പേര് മാറ്റിയിട്ടുണ്ട്, അത് ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ആളുകൾക്കാണ് ഈ സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്, അവരെ ഓതറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി അപ്പൻഡിക്സ് 11 ഇൻ റെസ്പെക്ട് ഓഫ് Premier collections through banking treasuries, the commission at the agreed rate will be paid by LIC direct to SBI. അപ്പൻഡിക്സ് 11 പറയുന്നത് നമ്മൾ സർക്കാർ ജീവനക്കാരുടെ LIC പ്രീമിയം കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം LICയിൽ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശമ്പളത്തിൽ നിന്ന് അത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ 2 അടവുകൾ അല്ലേ, 2 പ്രീമിയം എന്ത് ചെയ്യും, അതാ എടുക്കുന്ന ആൾ തന്നെ അവിടെ കൊടുക്കും. പിന്നെ LICയിൽ നിന്ന് നമുക്ക് ഒരു കടലാസ് തരും, ആ കടലാസ് കൊണ്ട് ഹെഡ് ഓഫ് ഓഫീസിന് കൊടുക്കും. അപ്പോൾ അദ്ദേഹം ശമ്പളം പിടിക്കുമ്പോൾ പിന്നീട് അത് ശമ്പളത്തിൽ നിന്നാണ് അത് കിഴിവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കിഴിവ് ചെയ്യുമ്പോൾ ഈ LICയിലേക്ക് ഈ എമൗണ്ട് എന്ത് ചെയ്യാണ്, ഗവൺമെൻറ് അത് കളക്ട് ചെയ്ത് ഒരുമിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ട്രഷറിയിൽ നിന്ന് ഈ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ അതൊരിക്കലും ട്രഷറി അക്കൗണ്ടിലല്ല രേഖപ്പെടുത്തുന്നത്, നേരെ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സർക്കാർ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു കമ്മീഷൻ കിട്ടും. നോ കമ്മീഷൻ ഓൺ ദിസ് അക്കൗണ്ട് ഈസ് പേയബിൾ ടു ഗവൺമെൻറ്. ഇത് സർക്കാരിനല്ല ഇത് ലഭിക്കുന്നത്, അത് ശ്രദ്ധിക്കുന്നത്. പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, സർക്കാർ ജീവനക്കാരുടെ LIC പ്രീമിയം കളക്ട് ചെയ്ത് കൊടുക്കുന്നതിന് LIC കൊടുക്കുന്ന കമ്മീഷൻ അത് ആർക്കാണ് കിട്ടുന്നതെന്ന്, അത് നേരെ കൊടുക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ത്രൂ ആണ് ആ LICയിലേക്ക് ആ പൈസ ഒരുമിച്ച് അത് അടയ്ക്കുന്നത്. അപ്പോൾ അതിന് കിട്ടുന്ന ആ കമ്മീഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ലഭിക്കുന്നത്. അത് പലരും തെറ്റായി രേഖപ്പെടുത്താറുണ്ട്, അത് ഗവൺമെൻറ്റിനായിരിക്കും കിട്ടുക എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അത് ഗവൺമെൻറ്റിനല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ആ കമ്മീഷൻ കിട്ടുന്നത്. ഈ ചോദ്യവും പലവട്ടം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി അതുപോലെ ഇതിനകത്ത് വരുന്നതാണ് ഫോംസ്. 57 ഫോംസുകൾ ഇതിനകത്തുണ്ട്. ഫോംസിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവുമില്ല, ഇൻഡെക്സ് മറിച്ച് നോക്കിയാൽ കണ്ടുപിടിക്കുക. എന്നിരുന്നാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് വരുന്ന ചില ഫോംസ് ഞാനൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അതിലൊന്ന് ഫോം 9A ആണ്. 9A രജിസ്റ്റർ ഓഫ് ഇൻക്രിമെൻറ്റ്സ് ആണ്, ശ്രദ്ധിക്കണം, ഒത്തിരി വട്ടം ചോദിക്കാറുണ്ട്. അതുപോലെ 9Bയും ഒത്തിരി വട്ടം ചോദിച്ചു കാണുന്നു, അത് TA ചെക്ക് രജിസ്റ്റർ ആണ്. അതുപോലെ ഫോം 44 ഫോം ഓഫ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആണത്. 48 ലോഗ് ബുക്ക്, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ഫോമാണ് 48 ലോഗ് ബുക്ക്, ഇൻഡെക്സിൽ കാണാവുന്നതാണ് നിങ്ങൾക്കത്. 48A സമ്മറി ഓഫ് ലോഗ് ബുക്ക്. ലോഗ് ബുക്ക് നിങ്ങൾക്കറിയാം, അത് നമ്മൾ സർക്കാർ സർവീസിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അതിൻ്റെ വരവും പോക്കൊക്കെ രേഖപ്പെടുത്തുന്ന ബുക്കിനെയാണ് ലോഗ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ വാഹനങ്ങളുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അപ്പോൾ അത് എത്ര മണിക്ക് പുറത്തേക്ക് പോകുന്നു, എത്ര മണിക്കാണ് അത് അകത്ത് വന്നത്, ആരാണ് കൊണ്ടുപോകുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്നതിനാണ് ലോഗ് ബുക്ക് എന്ന് പറയുന്നത്. 48Aയും അതും തന്നെ ബന്ധപ്പെട്ടതാണ്, സമ്മറി ഓഫ് ലോഗ് ബുക്ക്. 48B DCB രജിസ്റ്റർ. 48C മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ അക്കൗണ്ട്. ഇതിനകത്ത് 48ഉം 48A ഒക്കെ ഒത്തിരി വട്ടം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ 9Aയും ഒത്തിരി വട്ടം ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഫോംസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ കോഡ് 2ൻ്റെ ഒരു ബ്രീഫിംഗ് ആണ് ഞാനിവിടെ നടത്തിയത്. അപ്പോൾ അത് എല്ലാവർക്കും കൂടുതൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും നന്നായി വീഡിയോസൊക്കെ കാണുക, 1-2 വട്ടമൊക്കെ കണ്ടു നോക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലിയർ ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക, പരീക്ഷ നന്നായി എഴുതുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.
അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുക.